ദേശീയ തെരഞ്ഞെടുപ്പിൽ LDF-ന് 17 സീറ്റും UDF-ന് 13 സീറ്റും കിട്ടിയിരിക്കുന്നു. 12 സീറ്റ് കിട്ടിയിരിക്കുന്നു. അപ്പോഴും ജനങ്ങള് ഈ LDF-നോടൊപ്പമാണോ എന്നാണ് ചോദ്യം. അപ്പോ നമ്മള് മുന്നേ പറഞ്ഞ്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് നിങ്ങള് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു. കാരണം എന്താ പറയാ, ജനങ്ങളുടെ എന്താ പറയാ, സർക്കാരിനെതിരെ ജനങ്ങളുടെ വിരുദ്ധ ഇതുള്ളതുകൊണ്ട് ഭരണവികാരം ഉണ്ടെന്നൊക്കെ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, അതാണെങ്കിലും നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന പ്രത്യേക പാറ്റേൺ ആണ്. ഓരോ ജില്ലയിലും വോട്ടിന്റെ കണക്കിലോട്ട് കാര്യമായിട്ട് മാറ്റം വരില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാന ബേസ് ആയിട്ട് ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകളുണ്ടെന്ന് വോട്ടില് കാര്യമായിട്ട് കുറവ് വന്നിട്ടില്ല, വർദ്ധിച്ചിട്ടില്ല, കുറഞ്ഞിട്ടില്ല. UDF-ന്റെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, UDF-ന്റെ ബേസ് ആയിട്ടുള്ള വോട്ടില് വർധനവ് വന്നിട്ടില്ല. എന്നാൽ BJP-ക്ക് സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ BJP-യുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. BJP-ക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ളതാണ്, പക്ഷെ BJP-ക്ക് വോട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ SDPI ഒരു സീറ്റില് ജയിച്ചിട്ടുണ്ടെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഭാവിയിൽ BJP-ക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഒരുക്കുന്നു. കാരണം ഈ ന്യൂനപക്ഷ സമുദായത്തിലെ മുസ്ലിം വോട്ടർമാര് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്യാതെ SDAP പോലെയുള്ള പാർട്ടികളിലേക്ക് അവരുടെ വോട്ടുകൾ ചേക്കേറുമ്പോൾ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ അത് BJP-യിൽ ചേക്കാറാണ് സാധ്യത വളരെ അധികമാണ്. ആ ഒരു സാധ്യത വരുമ്പോൾ ഭാവിയിൽ BJP-ക്ക് കൂടുതൽ അനുകൂല സാഹചര്യം ഒരുങ്ങാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അതിന്റെ 2 ഉദാഹരണമായിട്ട് കാര്യമാണ്. നമ്മൾ കുന്നംകുളം, ചെവന്നൂര് ആകെ വോട്ട് 1123 വോട്ട്. അവിടെ 894 വോട്ടാണ് പോൾ ചെയ്തത്. അതിൽ LDF-ന് കിട്ടിയിട്ടുള്ള 337 വോട്ടാണ്. ഏത് 1123 വോട്ടില് LDF-ന് 337, UDF-ന് കിട്ടിയിട്ടുള്ള 268 വോട്ട്. അവിടെ NDA-ക്ക് കിട്ടിയിട്ടുള്ള 289 വോട്ടെന്ന്. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ UDF-ഉം LDF-ഉം NDA-യും തമ്മിൽ വ്യത്യാസം കാര്യമായിട്ട് മാറ്റം വന്നില്ലാന്ന്. കാരണം കുന്നംകുളത്താണ് ഈ പറയണത്. ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ശ്രീ പരാഹത്ത്, അവിടെ LDF-ന് 1358, BJP-ക്ക് 1346, UDF-ന് 277. കഴിഞ്ഞ പ്രാവശ്യം UDF-ന് 408 വോട്ടായിരുന്നു. ആ വോട്ട് അത് 277ലേക്ക് കുറഞ്ഞു. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ കുന്നംകുളത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2ാം സ്ഥാനത്ത് UDF-ലാണ്, BJP ഒന്നുള്ളത്. ഇനി ഈ പാങ്ങോട് പഞ്ചായത്തിൽ SDPI വിജയിച്ച സ്ഥലത്ത് UDF-ന് കഴിഞ്ഞ പ്രാവശ്യം 455 വോട്ടുണ്ടായിരുന്നു. ആ വോട്ട് അവിടെ 348 വന്നേന്ന്. SDPI-ക്ക് 674 വോട്ട്, LDF-ന് 448 വോട്ട് വന്നു. അപ്പോ സ്വാഭാവികമായിട്ട് UDF-ന്റെ വോട്ടില് കോൺഗ്രസിന്റെ വോട്ടില് അല്ലെങ്കിൽ UDF-ന്റെ വോട്ടില് ശരിക്കും പറഞ്ഞാൽ ബേസ് ആയിട്ട് ഈ സർക്കാരിനെതിരെ ജനവിരുദ്ധമായ വികാരമുണ്ട്, അല്ലെങ്കിൽ ഭരണത്തിനെതിരെ ഭയങ്കരമായ ജനരോഷമുണ്ട് എന്ന തലത്തിലുള്ള ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റില്ല. അധികാരത്തിൽ വരാൻ സാധിക്കില്ലേ? UDF-ന് അധികാരത്തിൽ വരാൻ സാധിക്കും, പക്ഷെ UDF ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ലാന്ന്. ഏത് UDF ഇങ്ങനെ നമ്മൾ ലോക്സഭാ ഇലക്ഷനിലെ ഇത്രയധികം സീറ്റ് കിട്ടിയല്ലോ, അതിന്റെ ബേസില് ഇപ്പൊ അങ്ങോട്ട് നിയമസഭയില് അങ്ങോട്ട് വാരി പിടിക്കുക എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ ജനങ്ങള് വോട്ട്, നമ്മളൊരു 20 വർഷം മുന്നത്തെ സാഹചര്യം ഇല്ലാന്ന്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ടർമാർ വോട്ട് ചെയ്യുന്ന ഒരു ശതമാനക്കണക്കൊക്കെ നോക്കി പറയാം. ഇടതുപക്ഷത്തിന് ഇത്ര ശതമാനം, കോൺഗ്രസിന് ഇത്ര ശതമാനം. ഇപ്പോഴത്തെ അവസ്ഥയില് ശരിക്കും പറഞ്ഞാൽ ആളുകൾ നമ്മുടെ പിന്നോക്കം പോയിരുന്നു. നമ്മുടെ ജാതി മതം ഒരു പ്രത്യേക വിഭാഗങ്ങൾ തമ്മിൽ ചേരി തിരിഞ്ഞ് കിടക്കാന്ന്. അപ്പോൾ ഓരോ വിഭാഗങ്ങളുടെ പിന്തുണയാണ് ഭരണത്തിൽ വരുന്ന ഇത് കിടക്കുന്നത്. LDF-ന് അടിസ്ഥാന ബേസ് വോട്ടുണ്ടെന്ന്. ആ വോട്ടിന്റെ കൂടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ LDF കൂട്ടിച്ചേർത്താൽ LDF-ന് ഭരണം കിട്ടാവുന്നൊരു അവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പൊതുവെ സാമുദായിക സംഘടനകളുടെ ഘടന വെച്ചിട്ട് ചെറിയ തോതിൽ UDF-ന് അനുകൂലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SDPI-യുടെ വോട്ടൊക്കെ ഉണ്ടെന്ന്. ഈ ഇത്തരം വോട്ടുകൾ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ, ഈ നിയമസഭ മണ്ഡലങ്ങൾ ക്രമീകരണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഈ നമ്മളൊരു വാർഡില് SDPI-ക്കോ BJP-ക്കോ കിട്ടുന്ന വോട്ട് പോലെയല്ല. നിയമസഭ മണ്ഡലം വരുമ്പോൾ അവിടെ മത്സരം UDF LDF തമ്മിലുള്ള മത്സരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി തുടരണമോ
LDFിന്റെ ഭരണം തുടരുമോ LDFിന്റെ ഭരണം തുടരണ്ടേ എന്ന തരത്തിലേക്ക് വരുന്ന ഉള്ള ഒരു ചോദ്യമാണ് വരിക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേരളത്തിലെ നമ്മുടെ ഈ സാമുദായിക സംഘടനകളാണ്. ഇപ്പോൾ SNDP പരസ്യമായിട്ട് LDFിന് പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ NSS ആണെങ്കിൽ സമദൂരാണെങ്കിലും പൊതുവെ UDFിന് അനുകൂലമായൊരു നിലപാടാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സമരങ്ങളും മലയോര കർഷകരുടെ വിഷയങ്ങൾ, വന്യജീവി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് LDFിന് അനുകൂലമുള്ള സാഹചര്യത്തിലല്ല അവർ നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ ഈ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടിൽ ഇപ്പം നമ്മളൊരു 100 വോട്ടിൽ ഒരു 54% ഭൂരിപക്ഷ സമുദായം, ഒരു മറ്റൊരു 46% ന്യൂനപക്ഷ സമുദായത്തിലെ വോട്ടുകളാണ് വരിക. ഈ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകളിൽ ഒരു 42% LDFിന് കിട്ടുന്ന ഒരു പൊസിഷൻ റണ്ണിങ് കണ്ടീഷൻ ഉണ്ടെന്ന്. അതോടൊപ്പം ന്യൂനപക്ഷ സമുദായങ്ങളെ ഒരു 30%. അപ്പം അത് വരുമ്പോൾ ഒരു 140 മണ്ഡലത്തിൽ നമ്മളിപ്പോൾ ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ LDFിന് തന്നെയാണ് ആധിപത്യം വരിക. കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിൽ LDFിന് തന്നെയാണ് സാധ്യത കൂടുതൽ. ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും ഈ ജില്ലകളിൽ LDFിന് തന്നെ. കാരണം ഈ സാമുദായിക ഘടന വെച്ചിട്ട് തന്നെ LDFിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളുടെ ഒരു ഘടന വെച്ചിട്ട് കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ LDFിന് തന്നെയായിരിക്കും ആധിപത്യത്തിന് സാധ്യത. അപ്പോൾ തന്നെ ഒരു 70 സീറ്റിൻ്റെ ഒരു കണക്ക് വന്നു ഇവിടെ. ആ 70 സീറ്റിൻ്റെ കണക്ക് വെച്ച് ആവറേജ് ഒരു 48 സീറ്റോളം LDFിന് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന്. ബാക്കി വരുന്ന 70 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയാണ്. ഈ സീറ്റുകളിൽ നിന്ന് വേണം UDFിന് അധികാരം കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഭൂരിപക്ഷം സീറ്റ് കിട്ടാവുന്ന രീതിയിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭൂരിപക്ഷം UDFിലേക്ക് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടാൽ UDFിന് ഭരണം കിട്ടും. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ BJP നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടല്ലോ, BJPയും CPM തമ്മിലാണ് ശക്തമായ മത്സരം വന്നത്. അല്ല, കുന്നംകുളം ആ ഒരു വാർഡിലും അങ്ങനെ തന്നെ വന്നതാണ്. അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലൊക്കെ BJP ശക്തമായ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് LDFും UDFും തമ്മിൽ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ തമ്മിൽ ഒരു പരിധി വരെ 42% മറ്റേ LDFും ഒരു 30% BJPയും പങ്കിട്ടെടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ഒരു 20%-ൻ്റെ താഴെ വോട്ടാണ് ശരിക്കും UDFിന് കിട്ടുള്ളൂ. പക്ഷേ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട്, കാരണം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലെ ഈ വോട്ടുകൾ മുന്നേ ഏകീകരിച്ച് UDFിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സാധ്യത നിലവിൽ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടെന്ന്. ആ ഒരു സാഹചര്യം കൊണ്ട് ഒരു ചെറിയ എഡ്ജിന് ഒരുപക്ഷെ UDF ജയിക്കാൻ സാധ്യതയുള്ളൂ. അത് UDFിൻ്റെ കഴിവുകൊണ്ടോ അല്ലെ കോൺഗ്രസിൻ്റെ മിടുക്കൊണ്ടല്ലാന്ന്. കാരണം ഈ പ്രത്യേക നമ്മുടെ ജാതി, മത, സാമുദായിക സംഘടനകളുടെ നിലവിലുള്ള ഒരു ഇരിപ്പുവശത്തിൻ്റെ പൊസിഷൻ വന്നു. അതിലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് അദ്ദേഹം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നേ ഏതെങ്കിലും വിഭാഗങ്ങളുമായി പ്രത്യേക ഒരു സെറ്റിൽമെൻറ്റുകൾ നടപ്പിലാക്കിയ UDFിൻ്റെ എല്ലാ സാധ്യതയും അടഞ്ഞു പോകുന്നു. കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് ഏതെങ്കിലും തരത്തിൽ അണ്ടർ കട്ടിങ് വരാതെ ഈ സമസ്ത പോലെയുള്ള സംഘടനകളുണ്ട്. പല സംഘടനകളുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലും നീക്കുപോക്കുകൾ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ UDFിന് ഒരു ചെറിയൊരു എഡ്ജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന എഡ്ജും ചിലപ്പോൾ ഇല്ലാതായി പോകുന്നു. മാത്രമല്ല ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് മുഴുവനും LDFിലേക്ക് പോകും എന്നൊരു ധാരണ വരുമ്പോൾ BJPക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത മത്സരം. അവർ നോർമലി ഒരു 25-30 മണ്ഡലങ്ങളാണ് ത്രികോണ മത്സരത്തിൽ BJPക്ക് മത്സരിക്കാനുള്ള 35 മാക്സിമം അല്ലെങ്കിൽ 25 കടുത്ത മത്സരം, ത്രികോണ മത്സരം നടക്കാനുള്ള ചാൻസുകൾ. അവർക്ക് ജയിക്കാനായിട്ട് സാധ്യതയുള്ളെങ്കിൽ വന്ന ഒരു 5-6 മണ്ഡലമാണെന്ന് ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുമോ. എങ്കിലും ത്രികോണ മത്സരം ഒരു 30-25 മണ്ഡലത്തിൻ്റെ ഇടയിലാണ് വരികയാണ്. പിന്നെ വരുന്നത് ഒരു 10-20-25 മണ്ഡലമാണ് അവർ കടുത്ത മത്സരം നടത്താൻ പറ്റുന്ന മണ്ഡലങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളും ഈ BJPയുടെ വോട്ടുകൾ, കാരണം ന്യൂനപക്ഷ വോട്ടുകൾ UDFിൽ കേന്ദ്രീകരിക്കുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ മിഷണറിയുടെ വർക്കിങ്ങും പിന്നെ അവർ ശക്തമായി പ്രചാരണ സംവിധാനമുള്ളതുകൊണ്ട് ഈ ഭൂരിപക്ഷ സമുദായത്തിലെ BJPക്ക്
ചെയ്യാൻ സാധ്യതയില്ലാത്ത വോട്ടുകൾ മുഴുവനും LDFിലേക്ക് മാറുകയാണെങ്കിൽ, കാരണം UDF ഒരു ചെറിയ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷ പോലും തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യത വളരെ അധികമാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ സ്വാഭാവികമായിട്ട് ഇപ്പം നിലവിലുള്ള സർക്കാർ സംസ്ഥാന സർക്കാരിന് ശക്തമായൊരു പിന്തുണ നൽകിക്കൊണ്ടിരുന്ന സാഹചര്യമാണ് ലാസ്റ്റ് നിമിഷത്തിൽ കാണുന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോർമല് എന്തായാലും ഈ ഒപ്പത്തിനൊപ്പം കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു വരുമ്പോൾ മിക്കതും സാഹചര്യം വെച്ചിട്ട് LDFും UDFും തമ്മിൽ ഒപ്പത്തിനൊപ്പം ഒരു അവസ്ഥ വരാനാണ് സാധ്യത. കാരണം BJP നല്ല നിലയിൽ എന്തായാലും സീറ്റ് പിടിക്കുന്നുള്ള ഉറപ്പാണ്. എങ്കിലും UDFന് എന്താ പറയുക, ഒരു സാധ്യത വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ മാനസികമായൊരു പിന്തുണ LDFന് അനുകൂലമായിരിക്കും. ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് UDF ഈസി വാക്ക് ഓവർ എന്നില്ല. അവിടെ കുറേ മുഖ്യമന്ത്രി സ്ഥാനം തയ്പ്പിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വളരെ ഈസി അല്ലാന്ന്. ഇവിടെയാണ് ശശി തരൂർ അന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ മെയിൻ പോയിന്റ് അതാണ്, മനസ്സിലായില്ലേ? അപ്പം ഇത്തരം അവസ്ഥയിൽ ഇന്നത്തെ ഇപ്പോഴത്തെ നമ്മൾ ഇന്നലെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ 30 സീറ്റിൽ 17 LDFന് കിട്ടിയതുകൊണ്ട്, കാരണം LDFിനെതിരെ വൻ ജനരോഷമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനമായിരിക്കും സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് എന്ന് കരുതി UDFിലെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളും ഇരിക്കുകയാണെങ്കിൽ ആ ചിന്ത വില പോവില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഒരു ചെറിയ എഡ്ജിനോ ചെറിയ മാർജിനാണ് ഏത് ഭാഗം UDF ആണെങ്കിലും LDF ആണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ചാൻസ് ഉള്ളൂ. ആർക്കും എന്തായാലും വൻ ഒരു തരംഗത്തിൻ്റെ സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. UDFന് എന്തായാലും കടുത്ത പരീക്ഷണമാണ്. കാരണം ഈസി അല്ല, എളുപ്പമല്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ഇല്ലല്ലോ, കഴിഞ്ഞില്ലേ?